examiner family. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ്സിലുള്ള ഒരു മാറ്റത്തിനെ പറ്റിയിട്ടുള്ള ന്യൂസ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ എക്സാം സ്കെഡ്യൂൾ ചെയ്തിരുന്നത് ഡിസംബർ 8 മുതൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ക്രിസ്മസ് എക്സാം വരികയാണെങ്കിൽ നമുക്ക് കുറച്ചധികം സമയം കിട്ടും എന്ന് വിചാരിച്ച് നമുക്കിരിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ ക്രിസ്മസ് എക്സാംസ് ഡിസംബർ 1 സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസംബർ 1 സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുന്നതാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ അയ്യോ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരാഴ്ചയാണെങ്കിൽ പോലും അത് വളരെയധികം ടെൻഷൻ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം ഇനി എങ്ങനെയാണ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക പോർഷൻസ്. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, ഒരു സീരിയസ്നെസ് വന്നിട്ട് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേര് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് എന്ന് മിസ്സിനറിയാം. ഒരേ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സുകൾ നോക്കിയിരുന്നിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാനെല്ലാം പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓരോ സ്ട്രെസ്സ് കൂട്ടാനാണ് അത് ഉപയോഗപ്പെടുക. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതിൽ മടുപ്പ് വരാം. നമുക്ക് സ്പീഡിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കണ്ടുപിടിച്ച് വേണം പഠിക്കേണ്ടി വരിക അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സമയം നിങ്ങൾക്കതിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്രയും ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പഠിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് നമ്മൾ സ്വന്തം ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ടെൻഷൻ കൂടും. സോ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം സ്മാർട്ട് വർക്കാണ്. സോ അങ്ങനെ ഒരു സ്മാർട്ട് വർക്കാണ് നിങ്ങൾ ബാച്ചുകളിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഓൾറെഡി നിങ്ങൾക്കറിയാം പല ബാച്ചുകളുടെയും ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ എല്ലാ ചാപ്റ്റേഴ്സും ഈ ക്രിസ്മസ് എക്സാമിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, വർക്ക്ഷീറ്റുകളായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട് തയ്യാറാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ടുകൾ അതിൽ അവൈലബിൾ ആണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതെല്ലാം ആപ്പിൽ നിന്ന് എടുക്കുന്നു, ജസ്റ്റ് നിങ്ങൾ പഠിക്കുന്നു. അത്രയും ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് പ്രോപ്പറായിട്ട് വളരെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടെയുള്ള ക്ലാസ്സുകളായതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു സമയത്ത് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് വാങ്ങിക്കണം എന്ന് സീരിയസ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിനർ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്ത് ഈ ഒരു ക്രിസ്മസ് എക്സാം കളറാക്കാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കോൺഫിഡൻസോട് കൂടെ എക്സാമിന് പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ നവംബർ 15 പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പല ബാച്ചുകളിലും നമ്മൾ അതിന് മുന്നേ തന്നെ വളരെ വൃത്തിയായിട്ട് ക്ലാരിറ്റിയോട് കൂടെയാണ് നമ്മൾ ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്തത്. സോ ഡിസംബർ എക്സാം എത്ര നേരത്തെ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്കറിയാം ക്രിസ്മസ് എക്സാം കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാലും ബാച്ചിലുള്ള മക്കൾക്ക് ഒരു പേടിയില്ല, കാരണം പോർഷൻസ് അവർ പഠിച്ചു കഴിഞ്ഞു. സോ അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു കോച്ചിങ്ങിലൂടെ മുമ്പോട്ട് പോയാലാണ് ഇത് നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനിയുള്ള വർഷങ്ങളാണെങ്കിലും ഇപ്പോഴും സമയം അതിക്രമിച്ചിട്ടില്ല. നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് എക്സാമും ഫൈനൽ എക്സാമും നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടെ പാസ്സാവാൻ പറ്റും. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ചെയ്ത് അഡ്മിഷൻ ഉറപ്പിക്കുക. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി തയ്യാറാകുക. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, യെസ് മിസ് ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ക്രിസ്മസ് എക്സാമിനെ പേടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. സോ എല്ലാവർക്കും വെൽക്കം ടു എക്സാമിനർ ഫാമിലി. ആൻഡ് നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമും അതേപോലെ തന്നെ ഫൈനൽ എക്സാമും തകർക്കാം. താങ്ക് യു.